നല്ല വെള്ളിയാഴ്ചയെ, ഗുഡ് ഫ്രൈഡേയെ നല്ലതാക്കി മാറ്റുന്നത് എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും ചോദ്യം മനസ്സിലായി വിശ്വസിക്കുന്നു. എന്താണ് ആ നല്ല വെള്ളിയാഴ്ച നല്ലതാക്കി മാറ്റിയത്? എന്തിനാണ് യേശു കാൽവരി ക്രൂശിൽ മരിച്ചത്? എന്തിനാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്? എൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ഒറ്റ ഉത്തരമേ ഉണ്ടാവുള്ളൂ. എനിക്കറിയാം. എന്താണ്? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി. ശരിയല്ലേ? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യേശു വന്നു. അവൻ കാൽവരി ക്രൂശിൽ മരിച്ചു, നമ്മെ വീണ്ടെടുത്തു. ഓക്കെ, ചോദ്യം ക്ലിയർ ആണല്ലോ? അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്. സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന എല്ലാ സുവിശേഷ പ്രസംഗങ്ങളുടെ കൺക്ലൂഷൻ ഇത്രയാണ്: ആദാം പാപം ചെയ്തു, മാനവരാശി മുഴുവൻ പാപത്തിലായി, യേശു ക്രിസ്തു വന്നു, യേശു പാപത്തിന് പരിഹാരമായി കാൽവരി ക്രൂശിൽ രക്തം ചിന്തി, അവൻ പാപത്തെ ചുമന്നൊഴിച്ചു, നമുക്ക് രക്ഷയെ നൽകി. എന്തിനു വേണ്ടി? എങ്ങനെയായിരിക്കും ആ മെസ്സേജ് എൻഡ് ചെയ്യുക? നമുക്ക് സ്വർഗത്തിൽ പോകുവാനായി. എന്നാൽ എൻ്റെ ചോദ്യം ഇതാണ്: ആദമിൽ നഷ്ടമായതാണല്ലോ യേശു വീണ്ടെടുക്കുവാനായി വന്നത്. ആദമിലൂടെ മനുഷ്യന് നഷ്ടമായത് എന്താണോ അതിനെയാണ് തിരികെ നൽകുവാനായി യേശു വന്നത്. ശരിയാണോ അല്ലയോ? ശരിയാണ്. ആദമിനെ ദൈവം സൃഷ്ടിച്ചപ്പോ, ആദമിനെ ഹൗവയെയും ദൈവം സൃഷ്ടിച്ചപ്പോ ദൈവത്തിന്റെ മനസ്സിൽ എന്തായിരുന്നു? ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആദമിനെ ഹൗവയെയും സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ മനസ്സിലെ പ്ലാൻ എന്തായിരുന്നു? ഇവരെ കുറച്ചു ദിവസം ടെസ്റ്റ് ചെയ്യാം. നല്ല സ്വഭാവമാണെങ്കിൽ, നന്നായി ജീവിക്കുന്നെങ്കിൽ ഇവരെ സ്വർഗത്തിൽ കൊണ്ടുപോവാം, ഇല്ലെങ്കിൽ ഇവരെ നരകത്തിൽ ഇടാം. ഇതായിരുന്നു ദൈവത്തിന്റെ പ്ലാൻ. ചിന്തിച്ചു നോക്കിയേ. ആദമിനെ ഹൗവയെ സൃഷ്ടിച്ചപ്പോ ദൈവത്തിന്റെ പ്ലാൻ എന്തായിരുന്നു? ഇവരെ ക്യാരക്ടറൊക്കെ ഓക്കെയാണ് നോക്കിയിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് നല്ലതാണെങ്കിൽ സ്വർഗത്തിൽ, മോശമാണെങ്കിൽ നരകത്തിൽ. ഇതായിരുന്നു പ്ലാൻ. ദൈവം അവർ കൊടുത്ത ഓപ്ഷൻ എന്തായിരുന്നു? സ്വർഗവും നരകവുമായിരുന്നോ? അവർ കൊടുത്ത ഓപ്ഷൻ രണ്ട് ഓപ്ഷനാണ്. ഒന്ന് ജീവൻ, മറ്റൊന്ന് മരണം. ശരിയാണോ അല്ലേ? ആദമിനോടുത്ത ചോയ്സ് എന്തായിരുന്നു? ഒന്ന് ജീവന്റെ വൃക്ഷം, മറ്റൊന്ന് നന്മ തിന്മകളെ കുറിച്ച് അറിയുന്ന അറിവിന്റെ വൃക്ഷം. എന്നിട്ട് പറഞ്ഞു, നിനക്ക് ഒന്നുകിൽ ജീവനെ ചൂസ് ചെയ്യാം, മറ്റൊന്ന് നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷഫലം. നീ അത് ഭക്ഷിക്കുന്ന നാൾ നീ മരിക്കും. അപ്പോൾ രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ: സ്വർഗവും നരകവും അല്ല, ജീവനും മരണവും. ഹല്ലേലൂയ! ക്ലിയർ ആയല്ലോ? ദൈവം കൊടുത്ത ചോയ്സ് ജീവനും മരണവുമായിരുന്നു. നിർഭാഗ്യവശാൽ ആദം മരണത്തെ ചൂസ് ചെയ്തു. ശരിയല്ലേ? മരണം ഏത് ചൂസ് ചെയ്താൽ മരണം സംഭവിക്കുമെന്ന് ദൈവം വാൺ ചെയ്തോ അതിനെ തന്നെ ആദം ചൂസ് ചെയ്തു. ആദമിന്റെ ചോയ്സ് മരണമായിരുന്നു. ആദം ചൂസ് ചെയ്തത് മരണത്തെ ആയിരുന്നു. ഞാൻ ചോദിച്ച ആദ്യത്തെ ചോദ്യമായിരുന്നു, ദൈവം ആദമിനോടും ഹവയോടും സ്വർഗത്തിൽ പോകുന്ന കാര്യവും പറഞ്ഞില്ല, നരകത്തിൽ പോകുന്ന കാര്യവും പറഞ്ഞില്ല, ജീവനും മരണവുമാണ് സംസാരിച്ചത്. ഇനി പഴയ നിയമം നോക്കിയേ. ദൈവം ആദ്യം അബ്രഹാമിനെ വിളിച്ചു. അബ്രഹാമിനോട് പറഞ്ഞു, നീ എൻ്റെ കൂടെ നടന്നാൽ, ഞാൻ പറയുന്നതൊക്കെ അനുസരിച്ചാൽ നിന്നെ ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോകാം. നോ, ഒരിക്കലും പറഞ്ഞില്ല. തൻ്റെ കൂട്ടുകാരനായ അബ്രഹാമിനോടല്ലേ തൻ്റെ ഏറ്റവും മാസ്റ്റർ മൈൻഡ് ആയിട്ടുള്ള പ്ലാൻ ആദ്യം വിശദീകരിക്കേണ്ടത്, ഒരു വിഷനെ വിശദീകരിക്കേണ്ടത്? തീർച്ചയായും ദൈവത്തിൻ്റെ വിഷൻ ദൈവം അബ്രഹാമുമായി പങ്കുവച്ചു. എന്താണ് പറഞ്ഞത്? നീ എൻ്റെ ഒപ്പം നടന്നാൽ, ഞാൻ പറയുന്നത് കേട്ടനുസരിച്ചാൽ ഞാൻ നിന്നെ ബ്ലസ് ചെയ്യും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ഞാൻ വർദ്ധിപ്പിക്കും, മൾട്ടിപ്ലൈ ചെയ്യും, നിന്നിൽ നിന്ന് രാജാക്കന്മാർ ഉത്ഭവിക്കും, നീ ദേശത്തിന്റെ സന്തതി അവകാശമാക്കും, നിന്നെ സ്വർഗത്തെ കൊണ്ട് മൾട്ടിപ്ലൈ എന്നാണ് പറഞ്ഞത്. ഈ ഭൂമിയിൽ നീ അനുഗ്രഹമായി മാറും, നീ അനേകർക്കൊരു അനുഗ്രഹമായിരിക്കും. ശരിയല്ലേ? അബ്രഹാമിനോട് ദൈവം പറഞ്ഞ സ്വപ്നം എന്താണ്? ഈ ഭൂമിയിൽ നീ വാഴുക. ആദമിനോട് ആദ്യം പറഞ്ഞു, നീ സകലതിന് മേലും വാഴുക. ഒറ്റ കാര്യം പറഞ്ഞല്ലോ, വാഴുക, വാഴുക, വാഴുക. ചരിത്രം ഇങ്ങോട്ട് നോക്കിയേ. ദൈവം ആരൊക്കെ വിളിച്ചു? നോഹയെ വിളിച്ചു, അല്ലേ? നോഹയെ വിളിച്ചു. നോഹയോട് പറഞ്ഞു, ജലപ്രളയം വരുന്നു, നീ നല്ലൊരു പെട്ടകം ഉണ്ടാക്കുക. പെട്ടകത്തിൽ കയറി സ്വർഗത്തിൽ പോകാമെന്നല്ല പറഞ്ഞേ. നോഹ രക്ഷപ്പെട്ടത് എവിടേക്കാണ്? സ്വർഗത്തിലേക്കല്ല, ഈ ഭൂമിയിൽ താൻ രക്ഷപ്പെട്ടു. ആണോ അല്ലയോ? എല്ലാവരും മരണത്തിലേക്ക് പോയപ്പോൾ നോഹ ജീവനിൽ കടന്നു. എങ്ങനെ? ആ പെട്ടകത്തിനകത്ത് അവൻ ഈ ഭൂമിയിൽ ശേഷിച്ചു. ശരിയാണോ അല്ലയോ? ശരിയാണ്. നോഹയോട് പറഞ്ഞില്ല, ജലപ്രളയത്തിൽ രക്ഷപ്പെടാൻ പോകുന്ന എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാം. ഈ ഭൂമിയിൽ അവൻ രക്ഷിക്കപ്പെട്ടു, മരണത്തിൽ നിന്ന് ജീവനിലേക്ക്. കാലങ്ങൾ കഴിഞ്ഞു. ദാവീദിനോട്, മോശയോട് ദൈവം ഒരാളോട് പോലും സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞില്ല. പഴയ നിയമത്തിന്റെ ഏകദേശം 4000 വർഷം വരുന്ന വലിയ ഹിസ്റ്ററി, ചരിത്രം മുഴുവൻ നോക്കിയാലും ഒരു വ്യക്തിയോടും ദൈവം സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്ന് വാഗ്ദത്തം ചെയ്തതായി കാണുന്നില്ല. ശരിയല്ലേ?
ഞാൻ ഈ പറഞ്ഞു വരുന്നത് സ്വർഗമില്ല നരകമില്ല എന്നുമല്ല. സ്വർഗമുണ്ട്, നരകമുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ സ്വപ്ന പദ്ധതിയിൽ അതൊരു സൈഡ് മാത്രമാണ്. യഥാർത്ഥ പർപ്പസ് എന്ന് പറയുന്നത് ദൈവം തൻ്റെ ജീവനെ ഇമ്പാർട്ട് ചെയ്ത് തൻ്റെ കുടുംബത്തിലെ ഒരംഗമാക്കി ജീവനെ ഓപ്റ്റ് ചെയ്യുന്ന മനുഷ്യനെ ആ ദൈവിക ജീവനിലേക്ക്, സോയൽ ലൈഫ്, നിത്യമായ ജീവനിലേക്ക്, തൻ്റെ കുടുംബത്തിലേക്ക് ദത്തെടുക്കുന്നതാണ് യഥാർത്ഥമായ സ്വർഗീയ പദ്ധതി. ഹല്ലേലൂയ. പിന്നെ ഈ 4000 വർഷം ദൈവം ആരോടും സ്വർഗവും നരകവും പറഞ്ഞില്ലെങ്കിൽ എവിടെ നിന്ന് വന്നു ഈ സ്വർഗവും നരകവും പ്രസംഗിക്കുന്നത്? കഴിഞ്ഞ നൂറ്റാണ്ടുകളായി നമ്മൾ കേൾക്കുന്നതാണ് സ്വർഗം നരകം മാത്രമാണ് സുവിശേഷത്തിന്റെ കോർ. സുവിശേഷം എന്ന് പറയുമ്പോഴേ സ്വർഗത്തിൽ പോകാനുള്ള ഒരു ടിക്കറ്റായി മാറിക്കഴിഞ്ഞു. ഞാൻ പറയുന്നത് അത് വളരെ 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 ഏറ്റവും ലഘുവായ ഒന്നാണ്. അതല്ല സുവിശേഷത്തിന്റെ കാതൽ. ഹല്ലേലൂയ. യേശു ഈ ഭൂമിയിൽ ഒന്ന് പ്രസംഗിച്ചപ്പോൾ യേശുവിന്റെ പ്രസംഗ വിഷയം സ്വർഗവും നരകമായിരുന്നില്ല. യേശുവിന്റെ പ്രസംഗ വിഷയം എന്തായിരുന്നു? ദൈവരാജ്യമായിരുന്നു. ഹല്ലേലൂയ. ദൈവരാജ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നതായിരുന്നില്ല ആ മെസ്സേജ് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലേക്ക് വരുന്നതായിരുന്നു. യേശു പറഞ്ഞു, ഞാൻ ഭൂതങ്ങളെ പരിശുദ്ധാത്മാവിനാൽ പുറത്താക്കുന്നുവെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളാണ് ആ ദൈവരാജ്യം, നിങ്ങളിലേക്ക് ആ ദൈവരാജ്യം വന്നിരിക്കുന്നു. യേശുവിന്റെ പ്രാർത്ഥന അങ്ങനെയായിരുന്നു, ലെറ്റ് യുവർ കിങ്ഡം കം. നിന്റെ രാജ്യം വരണമേ, നിന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോകണേ എന്നല്ല, നേരെ ഗോസ്പൽ ട്വിസ്റ്റ് ചെയ്ത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചു സ്വർഗത്തിൽ പോകുന്നതാണ് ലക്ഷ്യമെന്ന് മാറ്റി. എന്നാൽ സ്വർഗത്തെ ഭൂമിയിലാക്കുന്നതാണ് ദൈവത്തിന്റെ അൾട്ടിമേറ്റ് പർപ്പസ്. ആദമിന് ഹൗവയ്ക്കും ദൈവം കൊടുത്ത ചോയ്സ് എന്തായിരുന്നു? മരണവും ജീവനും. അവർ മരണത്തെ ചൂസ് ചെയ്തു. അപ്പൊ അവർക്ക് നഷ്ടമായത് എന്താണ്? ജീവനല്ലേ നഷ്ടപ്പെട്ടത്? ശരിയാണോ അല്ലയോ? അവർക്ക് നഷ്ടപ്പെട്ട സ്വർഗമല്ല, അവർക്ക് നഷ്ടപ്പെട്ട ജീവനാണ്. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ വന്നത് സ്വർഗം നൽകുവാനും വലിയ സ്വർഗം നൽകുവാനും അല്ല, ഞാൻ വന്നത് ജീവൻ നൽകുവാനും സമൃദ്ധിയായ ജീവൻ നൽകുവാനും അത്രേ. ഹല്ലേലൂയ. യേശു പറഞ്ഞു, ഞാൻ വന്നത് ജീവൻ നൽകുവാനും അത് സമൃദ്ധിയായി നൽകുവാനും അത്രേ. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ആരോടും പറയാത്ത സ്വർഗം, ആരോടും സ്വർഗത്തിലേക്ക് പോകാനായിട്ട് ക്ഷണിക്കാത്ത ദൈവം പുതിയ നിയമത്തിൽ വന്ന യേശു പറയുകയാണ്, ഞാൻ വന്നത് ജീവൻ നൽകുവാൻ. നിനക്ക് നഷ്ടമായ ജീവനെ, ആ ദൈവീക ജീവനെ, ഗോഡ് കൈൻഡ് ഓഫ് ലൈഫ്, ദൈവീകമായ ജീവൻ, ദൈവത്തെ പോലെ ജീവിക്കാനുള്ള അവസരത്തെ നിനക്ക് തിരികെ നൽകുവാനാണ് ഞാൻ നിങ്ങൾക്ക് അടുത്തേക്ക് വന്നത്. ഹല്ലേലൂയ. ഇത്രയും നിങ്ങൾക്ക് ഓക്കെയാണ് വിശ്വസിക്കുന്നു? ഒന്ന് ഉറക്കെ കർത്താവിനെ ശ്രദ്ധിച്ചാട്ടെ. ഹല്ലേലൂയ. അപ്പൊ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതോ സ്വർഗത്തിൽ പോകുന്നതായിരുന്നില്ല ലക്ഷ്യം. യേശു പറഞ്ഞു, ഞാൻ വന്നത് ജീവൻ നൽകുവാനും സമൃദ്ധിയായ ജീവൻ നൽകുവാനും അത്രേ. അപ്പൊ സ്വർഗവും നരകവും ആയിരുന്നില്ല പ്രധാന ഉദ്ദേശമൊന്നും ലക്ഷ്യമൊന്നും നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ സ്വർഗത്തിൽ പോകുന്നത് നല്ല കാര്യമാണ്, തീർച്ചയായും നിങ്ങൾക്ക് സ്വർഗം നിങ്ങൾക്കുള്ളതാ. വചനം പറയുന്നു, നിങ്ങൾ സ്വർഗീയ പൗരന്മാരാണ്, നിങ്ങളുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, നിങ്ങൾ സ്വർഗത്തിലുള്ളവരാണ്, സ്വർഗത്തിൽ നിന്നുള്ളവരാണ്, നിങ്ങൾ സ്വർഗീയന്മാരാണെന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്വർഗത്തിൽ പോകുക എന്നുള്ളത് നല്ല കാര്യമാണ്, പക്ഷെ അതുകൊണ്ട് വേറെ ആർക്കും ഒരു ഗുണം ഉണ്ടാകത്തില്ല. ആണോ അല്ലയോ? നിങ്ങൾ സ്വർഗത്തിൽ പോയാൽ നിങ്ങൾക്ക് മാത്രമേ ഗുണം ഉണ്ടാവൂ, അത് വേറെ ആർക്കും ഒരു ഗുണം ഉണ്ടാകത്തില്ല. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് ഇറങ്ങിയൊരു ബാറ്റ്സ്മാനാണെന്ന് വിചാരിക്കുക. ഇപ്പോഴത്തെ ക്രിക്കറ്റ് കളി കാണുന്നവർക്കെല്ലാം അറിയാൻ പറ്റും. ഞാൻ 200 റൺ സ്കോർ ചെയ്യും, ഡബിൾ സെഞ്ചുറി അടിച്ചു വിചാരിക്കുക. ഞാൻ 200 റൺ സ്കോർ ചെയ്യും. ഞാൻ 200 റൺ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ബോളിൽ ഞാൻ ഔട്ടായി വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ, ടീമിലുള്ള അംഗങ്ങളെല്ലാം എഴുന്നേറ്റ് നിന്ന് കൈയടിക്കും. ഞാൻ ഔട്ടായത് കൊണ്ടാണോ അവർ കൈയടിച്ചത്? ഞാൻ ഔട്ടായതിൽ അവർക്ക് സന്തോഷമുണ്ടോ? കൈയടിച്ചു എന്ന് വെച്ചാൽ അവർ ഹാപ്പിയാണോ? അല്ല, അവർ കൈയടിയ കാരണം എൻ്റെ അച്ചീവ്മെന്റ്സ് കണ്ടിട്ടാണ്. ഞാൻ 200 റൺ സ്കോർ ചെയ്തുകൊണ്ടാണ് അവർ കരമടിച്ചത്. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ ഓരോ പടയാളിയായ നിങ്ങൾ ഔട്ടാകുമ്പോൾ സ്വർഗം ചിലപ്പോൾ കൈയടിച്ചേക്കാം. കാരണം നിങ്ങളുടെ ഈ ഭൂമിയിലുള്ള നിങ്ങളുടെ ഓട്ടം ഓടി നല്ല കാര്യങ്ങൾ ചെയ്തു, സ്വർഗം കൈയടിച്ചേക്കാം. പക്ഷേ അവർ ഒട്ടും സന്തോഷത്തിലല്ല. കാരണം അവർക്ക് നല്ലൊരു ബാറ്റ്സ്മാനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അവർക്ക് ഈ ഭൂമിയിൽ ഏറ്റവും ബെസ്റ്റ് പോരാട്ടം നടത്തേണ്ട ഒരു പോരാളിയെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് വചനം പറയുന്നത്, തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. ഹല്ലേലൂയ. ഒരു നഷ്ടമാണത്, സ്വർഗത്തിന് ഏറ്റവും വലിയ നഷ്ടമാണത്.
പക്ഷെ നിന്നെ സംബന്ധിച്ച് ചിലപ്പോൾ അത് ലാഭമായിരിക്കാം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എനിക്ക് മരിക്കുന്നത് ലാഭവും ജീവിക്കുന്നത് ക്രിസ്തുവാണ്. ഞാൻ ജീവിക്കുന്നിടത്തോളം കാലം അത് ക്രിസ്തുവിന്റെ രാജ്യവർദ്ധനയ്ക്കായി കാരണമായി മാറും. കാരണം ഞാൻ നല്ല പോർ പൊരുന്ന ഒരു പോരാളിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സോ നിങ്ങൾ മരിക്കുമ്പോൾ ഈ ലോകം മൊത്തം പറഞ്ഞേക്കാം, ഓ വലിയൊരു കാര്യമാണ് അദ്ദേഹം ചെയ്തത്. സ്വർഗം നോക്കി നിങ്ങൾ നോക്കി പറഞ്ഞേക്കാം, വെൽ ഡൺ, വെൽ ഡൺ, വെൽ ഡൺ. പക്ഷെ അവർ നിങ്ങളുടെ മരണത്തിൽ അവർ ഹാപ്പി അല്ല. കാരണം അവരെ നിന്നെ പോലെ ഇത്രയും നന്നായി കളിക്കാൻ അറിയാവുന്ന, ഇത്രയും ട്രെയിൻഡ് ആയ ഒരാൾ ഇനി വരണമെങ്കിൽ ഒത്തിരി സമയമെടുക്കും, ഒത്തിരി ടൈം എടുക്കും. ശരിയല്ലേ? ഇതുപോലെ തന്നെയാണ് നിങ്ങളൊരു കാര്യം ചെയ്ത്, നിങ്ങളൊരു കമ്പനിയുടെ ഓണറാണെന്ന് കരുതുക. കമ്പനിയുടെ ഓണർ, നിങ്ങളുടെ കമ്പനിയിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാണ്. അപ്പം ഞാൻ എബിയെ വിളിച്ച് പറയുകയാണ്, ഇൻ്റർവ്യൂവിന് വിളിച്ചു. എബി വന്നു. എബി പറയുകയാണ്, ഞാൻ 2 മാസമേ കാണുള്ളൂ, 2 മാസമേ കാണും. ഞാനാണെങ്കിലോ അദ്ദേഹത്തെ കമ്പനിയിൽ എടുത്താൽ അദ്ദേഹത്തിന് ട്രെയിനിങ് കൊടുക്കണം, അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ സ്പെൻഡ് ചെയ്യണം, അദ്ദേഹം ട്രെയിൻ ചെയ്ത് ഏറ്റവും ബെസ്റ്റ് എംപ്ലോയി ആക്കി മാറണം. കാരണം എനിക്കൊരു വിഷനുണ്ട്, എനിക്കൊരു കാര്യം അക്കംപ്ലിഷ് ചെയ്യണം. അപ്പോൾ 2 മാസം മാത്രം ജോലി ചെയ്യാൻ വരുന്ന ഒരാളെ എനിക്കിങ്ങനെ ട്രസ്റ്റ് ചെയ്ത് ഏൽപ്പിക്കാൻ പറ്റുക? എൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ്, എൻ്റെ 10 വർഷത്തെ വിഷൻ പറഞ്ഞ് എനിക്കിങ്ങനെ ഏൽപ്പിക്കാൻ പറ്റുന്നത്? ഇന്ന് മരിക്കണം, നാളെ മരിച്ച് സ്വർഗത്തിൽ പോകണമെന്ന് കാത്തിരിക്കുന്ന നിന്നോട് സ്വർഗത്തിലെ ദൈവത്തിന് എങ്ങനെ നിത്യമായ പദ്ധതികളെ ഷെയർ ചെയ്യാനായി കഴിയും? നിങ്ങളുടെ മനസ്സിനകത്ത് ആദ്യം ഉണ്ടാകേണ്ട ഒരു വിഷനാണ്, ഞാൻ മരിക്കാനല്ല, ഞാൻ ജീവനോടെ ഇരിക്കാനാണ് ഈ ഭൂമിയിൽ ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. ഇന്ന് സ്വർഗത്തിൽ പോവോ നാളെ സ്വർഗത്തിൽ പോകുമെന്ന് കാത്തിരിക്കുന്ന നിന്നെ ഒരു കാര്യവും ദൈവത്തിന് ഏൽപ്പിക്കാൻ കഴിയത്തില്ല. നിന്നെ ഒന്ന് ട്രസ്റ്റ് ചെയ്ത് ഏൽപ്പിക്കാൻ കഴിയത്തില്ല. കാരണം നിത്യമായ ദൈവത്തിന് നിത്യമായ പദ്ധതികളുണ്ട്. അവൻ്റെ നിത്യമായ മക്കളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിത്യമായ പിതാവിന് നിത്യമായി ജീവിക്കുന്ന മക്കളാണ് വേണ്ടത്. അവൻ നിത്യപിതാവ് എന്നാണ്. നിത്യപിതാവിൻ്റെ അർത്ഥം അവൻ നിത്യമായ മക്കളുണ്ട്. അങ്ങനെ ഒരു ജനറേഷൻ സ്വർഗം നോക്കിക്കൊണ്ടിരിക്കുവാണ്. അയ്യോ, ഞാൻ 2 മാസം ജോലി ചെയ്തും എങ്ങനെയെങ്കിലും സ്വർഗം തിരിച്ചു പോകാൻ, അതിനല്ല ദൈവം നമ്മളെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ വരുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് അത് വിശദീകരിച്ച് തരാം. ഓക്കെ, എന്തായാലും എന്തിനാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്? ഞാൻ ആദ്യം പറഞ്ഞ പോലെ മരണത്തെ മാറ്റുവാൻ, പാപത്തെ മാറ്റുവാൻ, ഇതൊക്കെ ശരിയാണ്, ഇതെല്ലാം കറക്റ്റാണ്, ഇതെല്ലാം അതിൻ്റെ ഭാഗമാണ്. എന്നാൽ ഏറ്റവും അധികമായി യേശു ഈ ഭൂമിയിൽ വന്നത് ഒരു പുതിയ ബ്രീഡ്, ഒരു പുതിയൊരു കാറ്റഗറിയെ ഉണ്ടാക്കിയെടുക്കുവാനാണ്. നമുക്കറിയാം യേശുവിൻ്റെ ജനനം വ്യത്യസ്തമായിരുന്നു. ശരിയല്ലേ? യേശുവിൻ്റെ ജനനം എങ്ങനെയായിരുന്നു? ആദാമിക് പാരമ്പര്യത്തിലായിരുന്നില്ല. യേശുവിൻ്റെ ജനനം എങ്ങനെയായിരുന്നു? പരിശുദ്ധാത്മാവിനാലായിരുന്നു. ശരിയല്ലേ? നമ്മൾ പറയും യേശുവിൻ്റെ ജനനം വ്യത്യസ്തമായിരുന്നു, പരിശുദ്ധാത്മാവിനാൽ ജനിച്ചു. വെർജിൻ ബർത്ത്, കന്യകാമറിയത്തിൽ ഉൽപാദിതമായി. മനുഷ്യന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിന്റെ ഇഷ്ടത്താൽ, ദൈവത്തിന്റെ ആത്മാവിനാൽ യേശു ജനിച്ചു. ശരിയല്ലേ? യേശുവിൻ്റെ ജനനം അങ്ങനെയായിരുന്നു. വചനം പറയുന്നു, 1 യോഹന്നാൻ 12-13 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു, യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഹല്ലേലൂയ. അവരെങ്ങനെ ജനിച്ചവരാണ്? അവർ രക്തത്തിൽ നിന്നല്ല, പുരുഷന്റെ ഇഷ്ടത്താലല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും വീണ്ടും ജനിച്ചത് യേശു ജനിച്ചത് പോലെയാണ്. യേശുവിന്റെ ജനനവും നിങ്ങളുടെ ജനനവും, നിങ്ങളുടെ വീണ്ടും ജനനവും സെയിം ആണ്. നിങ്ങൾ ആദമിക് പാരമ്പര്യത്തിൽ നിന്നല്ല, നിങ്ങൾ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ദൈവത്തിൽ നിന്നത്രേ ജനിച്ചിരിക്കുന്നത്. പത്രോസ് പറയുകയാണ്, നശിച്ചു പോകാത്ത ബീജത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എപ്പോഴാണ് ഞാൻ വീണ്ടും ജനിച്ചത്? എപ്പോഴാണ് വീണ്ടും ജനിച്ചേ? നിങ്ങൾ എപ്പോഴാണ് വീണ്ടും ജനിച്ചേ? സ്നാനപ്പെടുമ്പോ. ഒരു വാക്യം വായിച്ചേ, 1 പത്രോസ് 1-ാം അധ്യായം എൻ്റെ 3-ാമത്തെ വാക്യം. 1 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഞാനതിൻ്റെ ചുരുക്കം പറയാം, ഇത്രയേ ഉള്ളൂ. യേശുവിൻ്റെ പുനരുത്ഥാനത്താൽ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ വീണ്ടും ജനിക്കുകയല്ല, അവൻ ജനിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം ഇന്ന് ജനിച്ചേക്കാം എന്ന് വിചാരിക്കാൻ പറ്റത്തില്ല. നമ്മളെ യേശുവിന്റെ പുനരുത്ഥാനത്താൽ അവൻ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതായത് നമ്മുടെ വീണ്ടും ജനനം എപ്പോൾ സംഭവിച്ചു ചോദിച്ചാൽ, യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ നമ്മൾ വീണ്ടും ജനിച്ചു. ഹല്ലേലൂയ. നമ്മൾ വീണ്ടും ജനിച്ചത് നമ്മുടെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, നമ്മൾ തീരുമാനം എടുത്തപ്പോഴല്ല,
യേശുവിനെ ദൈവം ഉയർപ്പിച്ചപ്പോൾ നമ്മൾ അവനോട് കൂടെ ഉയർത്തെഴുന്നേറ്റു. നമ്മൾ അന്ന് അവനോട് കൂടെ ജനിച്ചു. ഹല്ലേലൂയ. കാരണം പറയാം, യേശു മരിച്ചപ്പോൾ അത് നമ്മുടെയും മരണമായിരുന്നു. ആമേൻ. യേശു മരിച്ചപ്പോൾ അത് നമ്മുടെയും മരണമായിരുന്നു. അതിന് കാരണം എന്നാണെന്നറിയാവോ? യേശു മരിച്ചപ്പോൾ എന്താ നമ്മൾ മരിക്കാൻ കാരണം? ഒരു വാക്യം വായിച്ച്, കൊലോസ്യർ 1-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും യേശു മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. യേശു മുഖാന്തരം യേശുവിനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. യേശു സർവത്തിനും മുമ്പേ ഉള്ളവൻ. യേശു സകലത്തിനും ആധാരം ആയിരിക്കുന്നു. ആധാരമായിരിക്കുന്നു മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷ് വെർഷനിലെ ഇൻ ഹിം ഓൾ തിങ്സ് എക്സിസ്റ്റ് ഹെൽഡ് ടുഗദർ. അവനിൽ സകലതും പിടിച്ചു വച്ചിരിക്കുന്നു. അവനാണ് സകലതിനെയും ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ഹെൽഡ് ടുഗദർ, ഒരുമിച്ച് ചേർത്ത് വച്ചിരിക്കുന്നത് അവനിലാണ്, അവനാണ്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ ദൃശ്യമായതും അദൃശ്യമായതും സകല കോസ്മോസിനെയും സകലതിനെയും യേശുവിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ നിങ്ങളോട് മുൻപ് പറഞ്ഞുള്ള ഉദാഹരണം പോലെ ഒരു ഫിഷ് ടാങ്ക്, ആ ഫിഷ് ടാങ്കിനകത്ത് മീനുകളുണ്ട്, വെള്ളമുണ്ട്, കല്ലുകളുണ്ട്, ചെറിയ ചെടികളുണ്ട്. ഇതിനെ മുഴുവനും, ജീവനുള്ളതിനെയും ജീവനില്ലാത്തതിനെയും സകലതിനെയും ഹോൾഡ് ചെയ്തിരിക്കുന്നത് ആ ഫിഷ് ടാങ്കാണ്. ഫിഷ് ടാങ്ക് ഡിസ്ട്രോയ് ആയാൽ ഇത് മുഴുവൻ നശിക്കും. ശരിയാണോ അല്ലയോ? ഫിഷ് ടാങ്കിന് എന്ത് സംഭവിക്കുന്നുവോ അത് മുഴുവൻ ഇതിനെ മുഴുവൻ ബാധിക്കും. കാരണം ഫിഷ് ടാങ്ക് ആണ് സകലതിനെ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അത്തരം ഒരു ഫിഷ് ടാങ്കായി എന്റെ യേശുവിനെ സങ്കല്പിച്ചാൽ, യേശുവാണ് സകല കോസ്മോസിനെയും ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ഒന്നും ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായിട്ടില്ല. സകലതും അവൻ മുഖാന്തരവും അവനായിട്ടും അവൻ നിദാനമായിരിക്കുന്നു. അവനാണ് സർവ്വതിനെയും ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യേശുവിന് എന്ത് സംഭവിക്കുന്നുവോ അത് എൻറ്റയർ കോസ്മോസിനെ അഫക്ട് ചെയ്യും. ഹല്ലേലൂയ. യേശു മരിച്ചപ്പോൾ the entire cosmos died. സകല ക്രിയേഷൻ യേശുവിൽ മരിച്ചു. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ ഇങ്ങനെ പറയുന്നു, ഒരുവൻ മരിച്ചപ്പോൾ സകലരും മരിച്ചു. ഹല്ലേലൂയ. യേശുവിന്റെ മരണം വെറും ഒരു മരണമായിരുന്നില്ല. അതുകൊണ്ട് അത് ഗുഡ് ഫ്രൈഡേ ആവുന്നേ, അത് നമ്മുടെയും മരണമായിരുന്നു. സോറി, എന്റെ മരണം നിങ്ങളെ വിളിക്കാൻ പറ്റിയില്ല, കാരണം അത് നിങ്ങളുടെയും മരണമായിരുന്നു. എന്റെ മരണ ദിവസം നിങ്ങളുടെയും മരണമായിരുന്നു. പക്ഷെ എന്റെ ജനന ദിവസം നിങ്ങളുടെയും ജനന ദിവസമായിരുന്നു. കാരണം ഞാൻ യേശുവിൽ ഉയർത്തെഴുന്നേറ്റപ്പോൾ, അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ അവൻ മാത്രമല്ല വന്നേ, തല മാത്രമല്ല പുറത്തു വന്നേ, the entire body, നമ്മൾ അവന്റെ ശരീരമാണ്. നമ്മൾ അവനോട് കൂടെ ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ടാണ് കൊലോസ്യർ ലേഖനം പറയുന്നത്, അവനോട് കൂടെ, നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ഇനി ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് ചിന്തിപ്പേൻ. ഹല്ലേലൂയ. എഫെസ്യൻസ് പറയുന്നു, നിങ്ങൾ അവനോട് കൂടെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ സ്വർഗത്തിൽ പോകുന്നവരല്ല, നിങ്ങൾ ഓൾറെഡി അവിടെ സീറ്റഡ് ആണ്. യു ആർ സീറ്റഡ് ഇൻ ദ ഹെവൻലി പ്ലേസസ്. ഹല്ലേലൂയ. സ്വർഗത്തിൽ അവൻ നിന്നെ ഇരുത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ജനിച്ചപ്പോഴാണ് യേശുവിന്റെ പുനരുത്ഥാനത്തിൽ നമ്മൾ വീണ്ടും ജനിച്ചു. നമ്മളൊരു പുതിയ ബ്രീഡാണ്. 2 കൊരിന്ത്യർ 5:17 പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. അവിടെ ഉപയോഗിച്ച വാക്ക് എന്ന് പറയുന്നത് മുമ്പെങ്ങും നിലനിന്നിട്ടില്ലാത്ത, മുൻപെങ്ങും ഉണ്ടായിട്ടില്ലാത്ത ഒരു പുതിയ ക്രിയേഷൻ എന്ന് വെച്ചാൽ അതുപോലൊരു ക്രിയേഷൻ മുമ്പ് ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. യേശു അങ്ങനെ ഒരു ക്രിയേഷനാണ് ജന്മം കൊടുത്തത്. ആദമിന്റെ പാരമ്പര്യത്തിലുള്ളവരല്ല, മറ്റൊരു ക്രിയേഷൻ. എങ്ങനെ? യേശുവിനെ പോലെ ജഡത്തിന്റെ ഇഷ്ടത്തിലല്ല, പുരുഷന്റെ ഇഷ്ടത്തിലല്ല, ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരു തലമുറയാണ് യേശുവിനോട് ഉയർത്തെഴുന്നേറ്റത്. നമ്മൾ ക്രൈസ്റ്റ് ജനറേഷൻ ആണ്, നമ്മൾ ആദമിക് ജനറേഷൻ അല്ല. നമ്മൾ ക്രിസ്തുവിനെ പോലെയാണ്, അവനെ പോലെ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നു. ഹല്ലേലൂയ. വാട്ട് എ പ്രിവിലേജസ്. നമ്മുടെ മെസ്സേജ് തുടങ്ങുന്നത് ആദം വീണു അല്ല, നമ്മുടെ മെസ്സേജ് തുടങ്ങുന്നത് യേശു ഉയർത്തെഴുന്നേറ്റു, ഞാനും ഉയർത്തെഴുന്നേറ്റു, അവനെ പോലെ ഞാൻ ഈ ഭൂമിയിലായിരിക്കുന്നു. ഹല്ലേലൂയ. ഇത് നമ്മുടെ ഉള്ളിലേക്ക് ആഴത്തിൽ പതിയട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഒരു ചിന്ത നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, പാപത്തിന്റെ ശമ്പളം മരണം. പാപത്തിന്റെ ശമ്പളം മരണം. യേശു ഈ ഭൂമിയിൽ വന്നു, നമുക്ക് വേണ്ടി മരിച്ചു. യേശു പാപം ചെയ്തോ? പാപം ചെയ്യാത്ത യേശുവിന് എങ്ങനെ മരിക്കാൻ കഴിയും? നമ്മുടെ പാപത്തെ അവൻ എടുത്തു, അവൻ പാവമായി മാറി.
പാപം ചെയ്ത യേശുവിനെ മരിക്കും. നമ്മുടെ പാപത്തെ അവൻ എടുത്തു. അവൻ ആരുടെ മരണമാണ് മരിച്ചേ? നമ്മുടെ മരണം. ഹല്ലേലൂയ. നമ്മുടെ പാപത്തെ യേശു എടുത്തു, നമ്മുടെ മരണത്തെയും അവൻ എടുത്തു. അപ്പോൾ യേശു മരിച്ചത് ആരുടെ മരണമാണ്? ഉറക്കെ പറ, എന്റെ മരണം. പറ, എന്റെ മരണം. എന്റെ മരണമാണ് യേശു മരിച്ചത്. ഹല്ലേലൂയ. എബ്രായ ലേഖനം ഒരു വാക്യം എടുത്തോട്ടെ. എബ്രായ ലേഖനം, താങ്ക് യു ഹോളി സ്പിരിറ്റ്, 9-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 9-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം. ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ. ശ്രദ്ധിച്ചേട്ടെ, ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും ആർക്കും നിയമിച്ചിട്ടുണ്ട്? മനുഷ്യന് നിയമിച്ചിരിക്കയാൽ. അവിടെ ഫുൾ സ്റ്റോപ്പ് ഇല്ല. നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തി നിൽക്കുന്ന. ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. 2 പ്രാവശ്യം ശ്രദ്ധിക്കണം. ഒന്ന്, ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും മനുഷ്യന് നിയമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമന്ന് ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും മനുഷ്യരായ നമുക്ക് വിധിച്ചിരിക്കെ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് യേശു നമ്മുടെ സ്ഥാനത്ത് അവൻ മരിച്ചു. ഹല്ലേലൂയ. ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ് നിയമിച്ചിരിക്കയാൽ. ഇപ്പോൾ എനിക്ക് ഒരാളെ കാണുവാൻ ഒരു അപ്പോയിന്റ്മെന്റ്, അവിടെ എഴുതിയ വാക്ക് അപ്പോയിന്റ്മെന്റ് എന്നാണ്. ഞാനിപ്പോൾ പ്രിയ അജിയെ കാണുവാൻ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് വന്ന് അജിയെ കാണണം. അത് അപ്പോയിന്റ്മെന്റ് ആണ്. മരണത്തിന് നമുക്കൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. നമ്മുടെ മേലൊരു അപ്പോയിന്റ്മെന്റ് കിടക്കുകയായിരുന്നു. ഞാൻ പോയി മരണത്തെ ഫേസ് ചെയ്യണം. പക്ഷെ എനിക്ക് പകരമായി ആര് പോയി? യേശു പോയി. അവൻ മരണത്തെ ഫേസ് ചെയ്തു. ഫേസ് ചെയ്യുക മാത്രമല്ല, അവൻ മരണത്തെ ജയിച്ചു. എനിക്ക് വേണ്ടി ഞാനായി അവൻ ജയിച്ചു. യേശു മരണത്തെ വരിച്ചപ്പോൾ എന്റെ മരണത്തെ എടുക്കുക മാത്രമല്ല, അവൻ മരണത്തെ ജയിച്ചപ്പോൾ ഞാനായി മരണത്തെ ജയിക്കുകയായിരുന്നു. യേശു എനിക്ക് വേണ്ടി മാത്രമല്ല, ഞാനായി തന്നെയാണ് അവൻ മരണത്തിലേക്ക് പോയതും അവൻ മരണത്തെ ജയിച്ചതും. അപ്പോൾ യേശു ജയിച്ച മരണം എന്റെയും കൂടി വിജയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പാപത്തെ യേശു എടുത്തു എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷെ നമ്മുടെ മരണത്തെ എടുത്തു എന്ന് വിശ്വസിക്കണം. കാരണം എന്റെ പാപത്തെ എടുത്തപ്പോൾ പാപത്തിന്റെ ശമ്പളമാകുന്ന മരണത്തെയും കൂടെയാണ് അവൻ എടുത്തു മാറ്റിയത്. ഹല്ലേലൂയ. എനിക്ക് നിയമിച്ചിരുന്ന മരണത്തിന്റെ അപ്പോയിന്റ്മെന്റ്, ഒരിക്കൽ ന്യായവിധി, ഒരിക്കൽ മരണം എനിക്ക് അപ്പോയിന്റ് ചെയ്തിരുന്നെങ്കിൽ അതിനെ യേശു മാറ്റി. അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു, ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. മരണത്തെ മാത്രമല്ല, ശിക്ഷാവിധിയെയും അവൻ എടുത്തു മാറ്റി. ഓ പ്രാർത്ഥന, ക്രിസ്തുവിലായപ്പോൾ എന്റെ മരണം മാത്രമല്ല മാറിപ്പോയേ, എന്റെ പാപം മാത്രമല്ല പോയേ, എന്റെ ശിക്ഷാവിധി ഒഴിഞ്ഞു പോയി. കാരണം എനിക്ക് വേണ്ടി അവൻ ശിക്ഷാവിധി ഏറ്റെടുത്തു. അവൻ യാതൊരു ശിക്ഷാവിധിക്കും അർഹനല്ലായിരുന്നു. പക്ഷെ അവൻ എന്റെ മരണത്തെ അവൻ എടുത്തു, എന്റെ പാപത്തെ അവൻ എടുത്തു, എന്റെ രോഗത്തെ അവൻ എടുത്തു. പകരം എനിക്ക് സൗഖ്യം നൽകി, എനിക്ക് നീതി നൽകി, എനിക്ക് അവൻ സൗഭാഗ്യമെല്ലാം അനുഗ്രഹം നൽകി. എന്റെ യേശു എനിക്ക് പകരക്കാരനായി എന്ന് പറയുമ്പോൾ അത് വെറും പാപങ്ങളുടെ മാത്രമല്ല, എന്റെ മരണത്തെയും അവൻ എടുത്തു. ഹല്ലേലൂയ. യേശു ഈ ഭൂമിയിൽ വന്ന് എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളിൽ ഒരു കാര്യം മാത്രമാണ്, അവൻ ക്രൂസിൽ മരിച്ചത്. എൻ്റെ പ്രിയ സ്പിരിച്വൽ ഫാദർ ജസ്റ്റിൻ ബ്രദർ ഇങ്ങനെ പറയും, ഒരു സഹോദരൻ മറ്റൊരു സഹോദരൻ്റെ അടുത്തേക്ക് വരുമ്പോൾ, ഇപ്പോൾ ഞാൻ ഒരു സഹോദരൻ നിൽക്കുകയാണെങ്കിൽ ഞാൻ അതിനടുത്തേക്ക് കടന്നു വരുമ്പോൾ, അവനെ ഹഗ് ചെയ്യാനായി കടന്നു വരുമ്പോൾ ഇതിനിടയ്ക്ക് ഒരു ചെയർ കിടന്നാൽ ഞാൻ ആ ചെയറിനെ എടുത്തു മാറ്റും. ഈ നടന്ന സംഭവത്തെ കുറിച്ച് ഒന്ന് പ്രസംഗിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ പറയുകയാണ്, വിനോദ് ബ്രദർ ആ ചെയർ എടുത്തു മാറ്റി എന്ന് മാത്രം പ്രസംഗിച്ചാൽ ഈ ഇവന്റ് കംപ്ലീറ്റ് ആവത്തില്ല. സ്വർഗത്തിലെ ദൈവം നമ്മുടെ അടുക്കിലേക്ക് വന്നപ്പോൾ അതിനിടയ്ക്ക് നിന്ന തടസ്സമായി നിന്ന പാപത്തെയും മരണത്തെയും എടുത്തു മാറ്റി എന്നുള്ളത് മാത്രമല്ല സുവിശേഷം. അതിനപ്പുറമായി എന്തിനു വന്നു? തന്റെ ജീവനെ എന്നിലേക്ക് ഷെയർ ചെയ്യുവാൻ, എന്നിലേക്ക് പങ്കുവെക്കാനായി കടന്നു വന്നേ. അതിനിടയ്ക്ക് തടസ്സമായി എന്നതാണ് പാപം, മരണം എല്ലാം. അതിനെ അവൻ എടുത്തു മാറ്റിയെങ്കിൽ അത് മാത്രമായി സുവിശേഷം ഒതുങ്ങരുത്. അതിനപ്പുറമായി സ്വർഗീയ ജീവനെ ദൈവം നമ്മിലേക്ക് പകരുവാനായി കടന്നു വന്ന, താൻ എംബ്രേസ് ചെയ്ത, തന്റെ ഫാമിലിയിലേക്ക് നമ്മളെ കൂട്ടിച്ചേർത്ത, ദത്തെടുത്ത ആ ഇവന്റും കൂടി നമ്മൾ മനസ്സിൽ കാണണം. ഹല്ലേലൂയ. ക്രിസ്ത്യാനിക്ക് ഇന്ന് ക്രൂശ് മാത്രമായി ഒതുങ്ങി. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇന്ന് പല ചർച്ചുകളിലും ഈ ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നത് പലർക്കും രാവിലെ പോയി പള്ളിയിൽ പോയിരുന്ന് കുറെ സെന്റിമെന്റൽ ആകാനും,
കുറച്ച് സമയം അവിടെ ഇരുന്ന് കരയാനും ക്രൂസിലെ മൊഴികൾ കേൾക്കാനും വൈകുന്നേരം ഒരു കഞ്ഞി കുടിക്കാനും മാത്രമുള്ളതായി മാറി. ഞാൻ ഇങ്ങനെ പറയും, എൻ്റെ യേശുവിന്റെ മരണം ഒരു സെന്റിമെന്റൽ ഡെത്ത് അല്ല. നിസ്സഹായനായ യേശു മരിച്ചതല്ല. എൻ്റെ യേശുവിനെ ആരും കൊന്നതുമല്ല. ആർക്കും യേശുവിന്റെ ജീവൻ എടുക്കാൻ കഴിയത്തുമില്ല. ഹല്ലേലൂയ. എൻ്റെ യേശു ആ കാൽവരി ക്രൂശിൽ ഒരു വിക്ടിം എന്ന് വെച്ചാൽ എല്ലാം ഏറ്റുവാങ്ങുന്ന ഒരാളായി കിടന്ന് അയ്യോ എന്ന് പറഞ്ഞ് നിസ്സഹായ കിടന്ന ഒരാളല്ല. എൻ്റെ യേശു ഒരു ഹീറോയായി ആ കാൽവരി ക്രൂശിൽ സകലത്തിനെയും ചോദ്യം ചെയ്തുകൊണ്ട്, എല്ലാത്തിനെയും വെല്ലുവിളിച്ചുകൊണ്ട്, മരണത്തെ പോലെ വെല്ലുവിളിച്ചിട്ട്, ഹേ മരണമേ നിന്റെ ജയം എവിടെ ചോദിച്ചുകൊണ്ട് യേശു പറയുകയാണ്, എന്റെ ജീവനെ ഞാൻ വച്ചു കൊടുത്തിട്ടല്ലാതെ ആർക്കും എന്നിൽ നിന്ന് എടുത്തു കളയുവാനായി കഴിയുകയില്ല. ഇന്ന് ക്രിസ്ത്യാനിറ്റി പ്രീച്ച് ചെയ്യുന്ന യേശുവിനെ പലരും അയ്യോ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുമ്പോ ഞാൻ വിളിച്ചു പറയട്ടെ, എൻ്റെ യേശു ഒരു ഹീറോയിക് ഡെത്ത് ആയിരുന്നു. എന്ന് വെച്ചാൽ തൻ്റെ ജീവനെ തൻ്റെ ഇഷ്ടപ്രകാരം വച്ചു കൊടുത്തല്ലാതെ ഒരാൾക്കും എടുത്തു കളയാൻ കഴിഞ്ഞില്ല. ഗെത്സമനയിൽ ആരെങ്കിലും യേശുവിനെ പിടിച്ചു കെട്ടി കൊണ്ടുപോയതല്ല. യേശുവിന്റെ അടുക്കിലേക്ക് പിടിച്ചു കെട്ടാൻ വന്ന ആ വലിയ സൈന്യം യേശുവോട് ചോദിച്ചു, യേശുവേ അങ്ങാണോ യേശു? യേശു പറഞ്ഞു, യെസ് ഐ ആം, ഞാനാകുന്നു. നമുക്കറിയാം ആ വാക്ക് എവിടെ കേട്ടതാണ്? ആദ്യം മോശ കേട്ട അതേ ശബ്ദം, അതേ യാഹ്വേ പറഞ്ഞു, ഞാനാകുന്നു. The next moment കംപ്ലീറ്റ് സൈന്യം തറയുന്നു, എല്ലാം തറയി വീണു. യേശുവിന് ആയുധമെടുക്കേണ്ടി വന്നില്ല. താൻ ആരെന്ന് വെളിപ്പെടുത്തിയപ്പോൾ കംപ്ലീറ്റ് സൈന്യം തറയി വീണു. എന്റെ യേശു പറഞ്ഞു, ഇതാ എന്നെ കൊണ്ടുവയ്ക്കോ. അല്ലാതെ ഒരുത്തനും പിടിച്ചു കെട്ടിയതല്ല എൻ്റെ യേശുവിനെ. ആർക്കും പിടിച്ചു കിട്ടാൻ കഴിയുന്നതുമല്ല എൻ്റെ യേശുവിനെ. ആരും പിലാത്തോസ് പറഞ്ഞ് ആണയടിച്ച് കുത്തി കൊളിച്ചാൽ അങ്ങനെ തീരുന്ന ഒരു യേശു അല്ല എൻ്റെ യേശു. ഞാൻ പലപ്പോഴും ബ്ലഡ് കൊടുക്കാൻ പോകുമ്പോൾ ഒരു 300-350 ml ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാൽ ഡോക്ടർ പറയും, ഇപ്പോഴൊന്നും പോകണ്ട, കുറച്ച് സമയം കിടന്നിട്ട് പോകണം, 2 ഫ്രൂട്ടിയെ കുടിച്ചിട്ട് അടങ്ങിയാൽ മതി, വെയിറ്റ് ഉള്ളത് നാളെ എടുക്കരുത് എന്നാണ് സാധാരണ പറയുക. കാരണം പെട്ടെന്ന് കാർഡിയാക് അറസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. കാരണം ഇത്രയും ബ്ലഡ് പോയതാ. എൻ്റെ യേശുവിനെ മുൾക്കിരീടം വെച്ചു, ഉഴവുചാൽ പോലെ അടിച്ചു കീറി ഉള്ള ബ്ലഡ് മുഴുവൻ ചോർന്നൊലിച്ചിട്ട് ഭാരമേറിയ മരക്കുരിശ് വീണ്ടും തോളിലെടുത്ത് ആ ഗോൽഗോഥയുടെ മുകളിലേക്ക് നടന്നു കയറി. അവസാന നിമിഷം വരെ ബോധമില്ലാത്തവനായിരുന്നില്ല, സുബോധത്തോടു കൂടെ തന്നെ ആക്രമിക്കുന്നവരെ നോക്കി, പുച്ഛിച്ചവരെ നോക്കി, ഇവരോട് ക്ഷമിക്കണേ എന്ന് സ്വബുദ്ധിയോടെ നല്ല ബോധത്തോടെ സുബോധത്തോടെ പറഞ്ഞിട്ട് അവസാനം പിതാവിനെ നോക്കി, അപ്പാ എന്റെ ആത്മാവിനെ ഞാൻ തരുന്നു എന്ന് പറഞ്ഞിട്ട് മരണത്തിലേക്ക് പോയതാണ് എൻ്റെ യേശു. ഹല്ലേലൂയ. ആ ക്രൂസിലെ മൊഴികൾ കേൾക്കുമ്പോൾ അതൊരു നിസ്സഹായതയുടെ ശബ്ദമല്ല, ധൈര്യത്തിന്റെ പ്രതീക്ഷയുടെ ശബ്ദമാണ്. എല്ലാ പ്രവചന നിവൃത്തിയാണ്. ഹല്ലേലൂയ. യേശു സകലം നിവൃത്തിയായി എന്ന് ബോധ്യപ്പെടുത്തി. യേശു പറഞ്ഞു, സകലം നിവൃത്തിയായി. അതിനുശേഷം തന്റെ ആത്മാവിനെ വെച്ചു കൊടുത്തു. യേശു അതിനു മുന്നേ പറഞ്ഞു, എൻ്റെ ആത്മാവിനെ വച്ചു കൊടുപ്പാനും തിരികെ പ്രാപിപ്പാനും എനിക്ക് അധികാരമുണ്ട്. ഞാനിപ്പോൾ കൊടുക്കുകയാണ്. എന്തിനാന്ന് ചോദിച്ചാൽ ഒരു വലിയ ലൂട്ടിന് വേണ്ടി, ഒരു വലിയൊരു കൊയ്ത്തിന് വേണ്ടി, ഒരു വലിയ കവർച്ചയ്ക്ക് വേണ്ടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ സാധാരണ ചൂണ്ടയിട്ട് വലിയ മീനെ പിടിക്കുന്ന പോലെ യേശു തന്റെ ജീവനെ വെച്ചു കൊടുത്തു. കള്ള പിശാച് ചോദിച്ച്, മരണത്തിന്റെ അധികാരിയെ പിശാച് ചോദിച്ച് പിടിച്ചതാ, കിട്ടി. സത്യം പറഞ്ഞ അവന്റെ സകല ആയുധത്തെ കവരുവാൻ നമ്മൾ ഈ സിനിമയിലേക്ക് കാണുന്ന പോലെ ഈ വില്ലൻ നായകൻ നുഴഞ്ഞു കയറി വില്ലന്റെ കോട്ടയ്ക്കകത്ത് കയറി കംപ്ലീറ്റ് റൈഡ് ചെയ്ത് മറ്റേ സിംസോൻ പുറത്തു വരുന്ന പോലെ കട്ടളക്കാലും അതിന്റെ കുറുമ്പൊടി എല്ലാം തോളെടുത്ത് വെച്ചിട്ട് പുറത്തേക്ക് വരുന്ന ഒരു രംഗപ്രവേശനമുണ്ട്. യേശു സാത്താന്റെ സകല അധികാരത്തെയും പിടിച്ചു വാങ്ങി, ബലവാനവനെ പിടിച്ചു കെട്ടി, അവന്റെ കോപ്പ് കവർന്നെടുത്ത് അവനെ നിരായുധനാക്കി, അവനെ പരസ്യ കാഴ്ചയാക്കി പുറത്തിറങ്ങി വരുന്ന കാഴ്ചയാണ് നമ്മൾ ദുഃഖവെള്ളിയാഴ്ച കാണേണ്ടത്. ഹല്ലേലൂയ. അങ്ങനെ കരയേണ്ട ദിവസമല്ല, അത് നല്ല ബിരിയാണി വെച്ച് കഴിക്കണം. ആൾക്കാർ ചോദിക്കും, അടുത്ത വീട്ടറിന് കൊടുക്കണം. അവർ ചോദിക്കും, എന്നാ പറ്റി, ദുഃഖമൊന്നുമില്ലേ? ദുഃഖമില്ല, സന്തോഷമുള്ളൂ. കാരണം എൻ്റെ യേശു മരിച്ചത് ഒരു സിമ്പതറ്റിക് ഡെത്ത് അല്ല. എൻ്റെ യേശു അത് മരണത്തെ ജയിച്ച ദിവസമാണ്. ഹല്ലേലൂയ. യേശു ലോകത്തിന്റെ വെളിച്ചമാണോ അല്ലേ പ്രിയരെ? ആണോ അല്ലയോ? യേശു ലോകത്തിന്റെ വെളിച്ചമാണ്. യേശു കാൽവരിയിൽ മരിച്ചു. യേശു ഈ ഭൂമിയിൽ 100% മനുഷ്യനും അതേ സമയം 100% ദൈവവുമായിരുന്നു. ഹല്ലേലൂയ. ഞാനെല്ലാം വാക്കി എടുക്കാൻ സമയമില്ല. പൗലോസ് പറയുകയാണ്, യേശു ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ മനുഷ്യനായി ദാസനായി ഈ ഭൂമിയിൽ തന്നെ ഒഴിച്ച് ദാസരൂപത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നു. നമുക്കറിയാം, വചനം പറയുന്നത് ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങുകയില്ല, മയങ്ങുകയില്ല. യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ ഉറങ്ങുകയില്ലയോ? ഉറങ്ങി. അതാ പറയാം, യേശു പൂർണ്ണ മനുഷ്യനുമായിരുന്നു. യേശുവിന്റെ മനുഷ്യത്വമാണ് അവിടെ കാണുന്നത്. അവൻ പൂർണ്ണമായും മനുഷ്യനായിരുന്നു. അവൻ ഉറങ്ങി. അവൻ സാത്താനെ പരീക്ഷിക്കപ്പെട്ടു. ദൈവം ഒരിക്കലും
സാത്താനെ പരീക്ഷിക്കപ്പെടുന്നവനല്ല, പക്ഷെ മനുഷ്യൻ പരീക്ഷിക്കപ്പെടുന്നവനാണ്. യേശുവിന്റെ മനുഷ്യത്വം നമുക്ക് പൂർണ്ണമായി ഇവിടെ കാണാൻ കഴിയും. യേശു ഈ ഭൂമിയിൽ ചെയ്ത അത്ഭുതങ്ങളൊക്കെയും ഒരു മനുഷ്യനായിട്ടാണ് ചെയ്തത്. അപ്പോസ്തലപ്രവൃത്തിയിൽ 10:38, 2:22 അവിടെ എല്ലാം എഴുതിയാണ്, നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തതുകൊണ്ട്. ഹല്ലേലൂയ. സാധാരണ ഒരു മനുഷ്യനായി വന്ന യേശു, അവനെ പരിശുദ്ധാത്മാ അഭിഷേകം ചെയ്തപ്പോൾ അവൻ അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്കിന്ന് പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്. യേശു ഈ ഭൂമിയിൽ ചെയ്ത അത്ഭുതങ്ങൾ ദൈവമായിട്ടാണ് ചെയ്തതെങ്കിൽ നമുക്ക് പ്രത്യാശയില്ല. കാരണം യേശു പറഞ്ഞു, ഞാൻ ചെയ്തത് പോലെ നിങ്ങൾ ചെയ്യും. കാരണം യേശു ഈ ഭൂമി ചെയ്ത മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ആസ് എ മാൻ, ഒരു മനുഷ്യനായിട്ടാണ് അവൻ ഈ ഭൂമിയിൽ ചെയ്തതെല്ലാം. ഒരു മനുഷ്യൻ എന്തൊക്കെ ചെയ്യുവാൻ കഴിയും പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ, എന്തൊക്കെ ഈ ഭൂമിയിൽ ചെയ്യാൻ കഴിയുമെന്ന് യേശു കാട്ടിത്തന്നു. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചേ, വേഗത്തിൽ ഒരു കാര്യം പറയാം. ആദിയിൽ പിതാവും യേശുവും പരിശുദ്ധാത്മാവും അല്ല ഉണ്ടായിരുന്നത്. പിതാവും വചനവും പരിശുദ്ധാത്മാവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. തൃത്വത്തിലെ വചനത്തിന്റെ പേര് യേശു എന്നായിരുന്നില്ല, അത് വചനമായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ദൈവമായിരിക്കെ അതിനെ മുറുകെ പിടിക്കാതെ ഈ ഭൂമിയിലേക്ക് വചനം ജഡമായി. മറിയോട് ദൂതൻ പറഞ്ഞു, വചനം ജഡമായി നിന്റെ ഉള്ളിൽ ഉൽപ്പാദിതമാകുന്നത്, അവന് നീ യേശു എന്ന് പേരിടണം. ഹല്ലേലൂയ. ഈ ഭൂമിയിലേക്ക് ആ വചനം ജഡമായപ്പോൾ കൊടുത്ത പേരാണ് യേശു. യേശു എന്ന് പറയുന്ന ഒരു സൂപ്പർ നാച്ചുറൽ പേരൊന്നും ആയിരുന്നില്ല. അന്നത്തെ കാലത്ത് ധാരാളം പേർ യേശു എന്ന പേരുള്ള ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വചനത്തെ മിക്കവാറും നമുക്ക് അറിയാൻ പറ്റുന്നത് നസറേത്തുകാരനായ യേശു, നസറേനായ യേശു. കേട്ടില്ലേ? എന്ന് വെച്ചോ നമ്മളിന്ന് പറയുന്ന പോലെ നസറേനായ യേശു അല്ല. നമ്മൾ സാധാരണ മേപ്പുകുടയിലെ അജി എന്ന് പറയുന്ന പോലെ ഒരു സ്ഥലത്തിൽ ഒരുപാട് അജി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ദേശം ഉണ്ടെങ്കിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ദേശം പറയാം, അല്ലേ? കണ്ണങ്കോടിലുള്ള ഇന്നയാൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാൻ പറ്റും ആ ഇന്നയാളാണ്. അതുകൊണ്ട് അന്ന് ഇഷ്ടംപോലെ യേശുമാരുണ്ടായിരുന്നു. പക്ഷെ നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. എപ്പോഴാണ് ഈ യേശുവിന്റെ നാമം സകല നാമത്തിന് മേലായി മാറിയത്? വചനം പറയുന്നു, ദൈവം യേശുവിന്റെ നാമത്തെ സകല നാമത്തിനും മേലാക്കി മാറ്റി. ആ വചനം എടുത്തേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഫിലിപ്പിയർ 2:8 വായിച്ചേ. ഫിലിപ്പിയർ 2:8 തന്നെ താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. യേശു തന്നെ താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളതായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി. ഹല്ലേലൂയ. ദൈവത്തെ ഒരിക്കലും ഉയർത്താൻ പറ്റത്തില്ല, ശരിയല്ലേ? പക്ഷെ മനുഷ്യനായ യേശുവിനെ ദൈവം ഉയർത്തി, ഏറ്റവും ഉയർത്തി. പറ. സകല നാമത്തിനും മേലായ നാമം നൽകി. സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സർവ്വലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും മടങ്ങുകയും എല്ലാ നാമം യേശു കർത്താവ് എന്ന് ഏറ്റുപറയുകയും ചെയ്യും. ഹല്ലേലൂയ. ക്രൂശിലെ മരണത്തോളം തന്നെ താൻ താഴ്ത്തി പൂർണ്ണമായി പിതാവിന് ഇഷ്ടനെ വിട്ടുകൊടുത്തു. അനുസരണമുള്ളതായി തീർന്നപ്പോൾ ആ യേശുവിനെ പിതാവായ ദൈവം സകല നാമത്തിനും മേലായ നാമമാക്കി മാറ്റി. ഹല്ലേലൂയ. ആദിയിലുണ്ടായിരുന്ന വചനം ജഡമായി വന്നവൻ ഇന്ന് ജഡത്തിൽ ആ തൃത്വത്തിനകത്ത് ഉണ്ട്. ഇന്ന് ആയിരിക്കുന്നത് പിതാവ്, വചനം, പരിശുദ്ധാത്മാവല്ല. ഇന്ന് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇന്ന് പിതാവ്, യേശു, പരിശുദ്ധാത്മാവ്. നമ്മളെപ്പോലെ ജഡത്തിലുള്ള യേശു ഇന്ന് പിതാവിന്റെ സന്നിധിയിൽ ആയിരിക്കുന്നു. അതാണ് നമ്മുടെ പ്രത്യാശ. നമ്മൾ അവനെ പോലെ ഈ ഭൂമിയിലായിരിക്കുന്നു. വചനം പറയുന്നു, അവൻ എങ്ങനെയോ അങ്ങനെ നിങ്ങൾ ആകുമെന്നല്ല, ആയിരിക്കുന്നു. എങ്ങനെയാണ് അവൻ സ്വർഗതലത്തിലായിരിക്കുന്നു, പിതാവിന്റെ വലത്ത് ഭാഗത്തായിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ ഈ ഭൂമിയിലായിരിക്കുന്നു. നിങ്ങൾക്ക് ഒരു ഹെവൻലി പൊസിഷൻ സ്വർഗം നൽകിയിരിക്കുകയാണ്. നിങ്ങളുടെ ഒരു ഹെവൻലി എക്സ്പീരിയൻസ് ഉണ്ടാകേണ്ട ആൾക്കാരല്ല, നിങ്ങൾ ഹെവൻലി ബീയിങ്സ് ആണ്. നിങ്ങൾ സ്വർഗീയന്മാരാണ്. കൊരിന്ത്യർ പറയുന്നത് ഇങ്ങനെയാണ്, മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും
സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരും ആകുന്നു. എന്ന് വെച്ചാൽ സ്വർഗീയൻ, രണ്ടാമത്തെ ആദം സ്വർഗീയനായിരുന്നു. ആ യേശുവിനെ പോലെ നിങ്ങളും ആകുന്നു. നിങ്ങൾ മണ്ണുകൊണ്ടുള്ളവരല്ല, നിങ്ങൾ സ്വർഗീയന്മാരത്രേ. ഹല്ലേലൂയ. നമ്മളെ ദൈവം സ്വർഗതലങ്ങളിൽ ഇരുത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. യേശു കാൽവരി ക്രൂശിൽ മരിച്ച്, ഞാനൊന്ന് നേരത്തെ സൂചിപ്പിച്ചു, യേശു ഈ ലോകത്തിന്റെ വെളിച്ചമായിരുന്നു. യേശു കാൽവരി ക്രൂശിൽ തന്റെ പ്രാണനെ വിട്ടപ്പോ വചനം പറയുന്നു, ഈ ഭൂമി മുഴുവൻ അന്ധകാരമായി തീർന്നു. കാരണം എന്താ? ലോകത്തിന്റെ വെളിച്ചം ഒരു നിമിഷത്തേക്ക് അസ്തമിച്ചു. ഭൂമി മുഴുവൻ അന്ധകാരമായി തീർന്നു. ആ 3 മണിക്കൂർ ഇരുട്ടായിരുന്നു. ആ 3 മണിക്കൂർ എന്താ സംഭവിച്ചേ? അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി. അവൻ ബദ്ധന്മാരെ വെടിവെച്ചു. അവിടെ ശത്രുവിന്റെ കോട്ടകളെ റെയ്ഡ് ചെയ്ത് അവന്റെ സകല ആയുധവർഗം പിടിച്ചു വാങ്ങി. അവനെ പരസ്യ കാഴ്ചയാക്കി. അവന്റെ മേൽ ജയം. ഓ ഹല്ലേലൂയ. യേശുവിന്റെ മരണം ഒരിക്കലും ഒരു പരാജയമായിരുന്നില്ല, അത് ഭയങ്കര വിജയമായിരുന്നു. യേശുവിന്റെ മരണം ഒരു വലിയ ജയമാണ്. യേശുവിന്റെ മരണം ഒരിക്കലും ഒരു പരാജയമോ ഒരു സിമ്പതിയോടെ കാണേണ്ട ഒരു കാഴ്ചയല്ല. എൻ്റെ യേശു ജയാളിയായിരുന്നു ക്രൂശിൽ. വചനം പറയുന്നത് എങ്ങനെയാണ്? അവന്റെ മരണത്തിന് വലിയ രഹസ്യം ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ അറിഞ്ഞിരുന്നില്ല. അവർ കരുതി അവർ ജയിച്ചു എന്ന്. എന്നാൽ യഥാർത്ഥമായി അവരുടെ ഏറ്റവും വലിയ പരാജയമായിരുന്നു അത്. കാരണം യേശുവിന്റെ മരണത്തിലൂടെ ശത്രുവിന്റെ സകല കോട്ടകളും റെയ്ഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ വചനം ഇങ്ങനെ പറയുന്നു, ആ മരണത്തിന്റെയും പാതാളത്തിന്റെ താക്കോൽ യേശുവിന്റെ കരങ്ങളിലേക്ക് വന്നു. യേശു പറയുകയാണ്, ഞാൻ മരിച്ചവനായിരുന്നു, ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവാണ്. ജീവിപ്പിക്കുന്ന ആത്മാവ്. യേശു ജീവിപ്പിക്കുന്ന ആത്മാവായി നമ്മളെ ദൈവം അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒരിക്കൽ നമ്മൾ പാപത്തിന് അടിമകളായിരുന്നു. എന്ന് വെച്ചാൽ പാപം, മരണം, അതിനൊക്കെ നമ്മൾ അടിമയായിരുന്നു. മരണം, നിങ്ങൾ അപ്പോയിൻമെന്റ് ടൈം ആകുമ്പോൾ മരണം വരും, നിങ്ങൾ പോയേ പറ്റൂ. കാരണം നിങ്ങൾ അടിമയായിരുന്നു. ശരിയല്ലേ? അടിമയുടെ സ്വഭാവം യജമാനൻ വിളിച്ച പോണം. മരണവുമായുള്ള നിങ്ങൾക്ക് അപ്പോയിൻമെന്റ് ആയിരുന്നു. എന്നാൽ യേശു ആ അപ്പോയിൻമെന്റ് തിരുത്തി. നിങ്ങൾ ഇനി മരണത്തിനും പാപത്തിനും അടിമകളല്ല. ഇന്നും ആളുകൾ മരിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് യുവർ ചോയ്സ്. നിങ്ങളുടെ ചോയ്സ് ആണ്. ഹല്ലേലൂയ. ഈ വെളിപ്പാട് കിട്ടിയ പൗലോസ് തന്റെ ജീവിതത്തിൽ പൗലോസ് പറയുകയാണ്, ഞാൻ ദിനം പ്രതി മരിക്കുന്നു. എന്തൊക്കെയാണ്? ചാട്ടവറടി, ഡെയിലി കപ്പൽ ഛേദം, പ്രശ്നങ്ങൾ, മരണം മുഖാമുഖം ദിവസേന കാണുകയാണ്. ഒരിക്കൽ എല്ലാവരും എറിഞ്ഞു കൊന്നു, മരിച്ചു എന്ന് പറഞ്ഞ് ഇട്ടേച്ചു പോയി. വചനം എഴുതിയാണ്, he stood up and raised himself up. തന്നെ അവൻ ജീവിപ്പിച്ചു. അവൻ എഴുതി നടന്നുപോയി. കാരണം അവന്റെ ഉള്ളിൽ ഇരുന്നത് മരിച്ചതിൽ നിന്ന് യേശുവിനെ ഉയർപ്പിച്ച അതേ ആത്മാവാണ്. ഇന്ന് മരണത്തിൽ നിന്ന് നിനക്ക് എഴുന്നേറ്റ് വരാനുള്ള അധികാരം നീ നൽകിയിട്ടുണ്ട്. ഇന്ന് മരണം നിന്റെ ചോയ്സാണ്. നീ മരണത്തെ വിളിച്ചു വരുത്തുകയാണ്. ഒരിക്കലും മരണത്തിന് നിന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയത്തില്ല. നീ മരണത്തെ ജയിച്ചവന്റെ ആത്മാവ് ഉള്ളിരിക്കുന്ന ഒരു പുതിയ ജനറേഷനാണ്. നിനക്ക് മരണവുമായി അപ്പോയിന്റ്മെന്റ് ഇല്ല. നിന്റെ അപ്പോയിന്റ്മെന്റ് യേശു എടുത്തു. ഹല്ലേലൂയ. ഇനി മരണം നിന്റെ മേൽ അധികാരമില്ല. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് എല്ലാവരും ഇപ്പോഴും മരിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും യേശുവിന്റെ പുനരുത്ഥാനത്തിൽ വീണ്ടും ജനിച്ചു. പക്ഷെ എന്നും ആ വീണ്ടും ജനത്തിന്റെ എക്സ്പീരിയൻസ് ഉള്ള എത്ര പേരുണ്ട്? ഹല്ലേലൂയ. സോ മരണത്തെ നിങ്ങൾ ജയിച്ചു എന്ന് യേശു നിങ്ങൾക്ക് വേണ്ടി ജയിച്ചതും നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന വ്യത്യാസമാണ്. നമുക്കറിയാം, നമ്മൾ ഇന്ത്യയിൽ അതിൽ മറ്റു രാജ്യങ്ങളിലൊക്കെ അടിമത്തം ഉണ്ടായിരുന്നു. അടിമത്തം ഗവൺമെന്റ് നിർത്തലാക്കിയിട്ടും ആ വാർത്ത അറിയാതെ എത്രയോ പേർ വർഷങ്ങൾ, കാലങ്ങളോളം വീണ്ടും അടിമകളായി തുടർന്നു. കാരണം എന്ത്? അടിമത്തം ഗവൺമെന്റ് നിർത്തലാക്കിയതുള്ള വാർത്ത അവരുടെ ചെവിയിൽ എത്തിയില്ല. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഇന്ന് രാത്രി നിങ്ങൾ അറിയുക, നിങ്ങൾക്ക് മരണവുമായുള്ള അപ്പോയിന്റ്മെന്റ് ക്യാൻസലായി. നിങ്ങൾ മരിക്കേണ്ടവനല്ല, ജീവനോടിരിക്കേണ്ടവനാണ്. ഹല്ലേലൂയ. എങ്ങനെയെങ്കിലുമൊക്കെ മരിച്ചാൽ മതി എന്നല്ല, ജീവനോടെ ഇരിക്കാൻ സ്വർഗ്ഗ ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുക. ദൈവത്തിന്റെ ഇഷ്ടം നിങ്ങളെ മരണമല്ല, നിങ്ങൾ ഈ ജീവിക്കണം എന്നുള്ളതാണ്. സ്വർഗത്തിലേക്ക് പോകുക എന്നുള്ള ഒരു കള്ളത്തരം മാത്രം ശത്രു നിങ്ങളകത്ത് ഇൻഫ്യൂസ് ചെയ്തു.
എങ്ങനെയെങ്കിലും ഒന്ന് മരി സ്വർഗത്തിൽ പോയാൽ മതി എന്നായി. ഓൾറെഡി സ്വർഗത്തിൽ ഇരിക്കുന്നവരെ സംബന്ധിച്ചോളം പോകുന്നൊരു വിഷയമല്ല. പൗലോസ് പറയുകയാണ്, എനിക്ക് ഇപ്പോൾ ഇവിടം വിട്ട് കർത്താവിനോട് ചേരാൻ സ്വാതന്ത്ര്യമുണ്ട്. കാരണം എനിക്കറിയാം, പക്ഷേ നിങ്ങളെ കരുതി ഞാൻ ഇവിടെ ആയിരിക്കുന്നു, നിങ്ങളുടെ പ്രയോജനത്തിനെ ഞാൻ ആയിരിക്കുന്നു. ദൈവം നമ്മളെ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത് തൻ്റെ സഭയെ പണിയുവാൻ, തൻ്റെ രാജ്യത്തെ ഇവിടെ വിസ്താരമാക്കുവാൻ, സ്വർഗത്തെ ഈ ഭൂമിയിലാക്കുവാനായി. ആ അസൈൻമെന്റിലാണ് ദൈവം ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുന്ന ടെൻഷൻ അല്ല വേണ്ടത്. സ്വർഗത്തെ ഈ ഭൂമിയിലാക്കുവാൻ സ്വർഗം നമ്മളെ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. ഒരിക്കലും ഒരു അംബാസഡർ തൻ്റെ രാജ്യത്ത് എങ്ങനെ പോകാമെന്നല്ല കാത്തിരിക്കുന്നത്, തൻ്റെ രാജ്യത്തിന്റെ കൾച്ചർ എങ്ങനെ താൻ ആയിരിക്കുന്ന രാജ്യത്ത് കൊണ്ടുവരാമെന്ന് ആലോചിക്കുന്നത്. നിങ്ങൾ സ്വർഗത്തിന്റെ അംബാസഡറാണ്. യു ആർ അംബാസഡർ ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ കൾച്ചർ, ക്രിസ്തുവിനെ പോലെ ഈ ഭൂമിയിൽ ഓരോരുത്തരെയും ആക്കി തീർക്കുക എന്നുള്ളത് നമ്മുടെ ദൗത്യമാണ്. എങ്ങനെയെങ്കിലും ഇവിടെ വിട്ട് പോകുക എന്നുള്ളതല്ല, ഈ ഭൂമിയിൽ ആ സ്വർഗത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. ഹല്ലേലൂയ. സോ ഇനിയെങ്കിലും ഈ ദുഃഖവെള്ളിയാഴ്ചകൾ, ഗുഡ് ഫ്രൈഡേകൾ ഏറ്റവും നല്ലതായിരിക്കട്ടെ. യേശുവിന്റെ മരണത്തെ ഒരു സിമ്പതിയോടെ കാണേണ്ടതല്ല നമ്മൾ. എൻ്റെ യേശുവിന്റെ മരണം അങ്ങനൊരു മരണമായിരുന്നില്ല. അവൻ തൻ്റെ ജീവനെ വെച്ചു കൊടുത്തതാണ്. ആർക്കും എടുത്തു കളയാൻ പറ്റാത്ത ജീവൻ. ഹല്ലേലൂയ. ആ ജീവനെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അതേ ജീവൻ, യേശു പറഞ്ഞ അതേ തൻ്റെ ഇടം നിങ്ങൾക്കുണ്ട്. എന്താ പറയാ, ഒരു രോഗത്തിനും എൻ്റെ ശരീരത്തിന്റെ ജീവനെ എടുത്തു കളയാൻ കഴിയത്തില്ല. ഞാൻ വെച്ചു കൊടുത്തിട്ടല്ലാതെ എൻ്റെ രോഗത്തെ എടുത്തു കളയാൻ പറ്റത്തില്ല. ആദം മരിച്ചത് ക്യാൻസർ വന്നിട്ടോ ഏതെങ്കിലും ഒരു രോഗം വന്നിട്ടോ അല്ല. ആദമിന്റെ ഉള്ളിലേക്ക് പാപത്തിലൂടെ മരണം കടന്നു. ആ മരണം മാനിഫെസ്റ്റ് ചെയ്തതാണ് പലവിധ രോഗത്തിലൂടെ, പ്രയാസങ്ങളിലൂടെ. നിങ്ങളുടെ അകത്ത് നിങ്ങളിന്ന് കാണുന്ന രോഗങ്ങളല്ല മരണത്തിലേക്ക് കൊണ്ടുപോകുന്നത്. നിങ്ങൾ തിരിച്ചറിയാത്ത നിങ്ങളുടെ അകത്തുള്ള മരണമാണ് നിങ്ങളെ പല രോഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്, ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകുന്നത്. നിങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലുള്ള മരണത്തെ ശാസിക്കണം, അതിനെ റിബ്യൂക്ക് ചെയ്യണം. എൻ്റെ യേശു പുറത്താക്കിയതിനെ, യേശു തോൽപ്പിച്ചതിനെ നിങ്ങളുടെ ജീവിതത്തിൽ അവോയ്ഡ് ചെയ്യണം. അത് നിങ്ങളുടെ എല്ലാ മേഖലയിലും, ഫിനാൻഷ്യൽ മേഖലയിലുള്ള മരണമാണ് ദാരിദ്ര്യം, കുടുംബ ബന്ധത്തിലുള്ള മരണമാണ് ഡിവോഴ്സ് പോലുള്ള കാര്യങ്ങൾ. എന്നാൽ അതിൻ്റെ മേലെല്ലാം ഇത് ജയമുണ്ട്. യേശുവിലൂടെ നമുക്ക് സകലത്തിന്റെ മേലും ജയമുണ്ട്. രോഗമുള്ള വ്യക്തികൾ നോക്കി നിങ്ങൾ പറയണം, ഈ ശരീരത്തിൽ നിന്ന് മരണത്തിന്റെ ആത്മാവിനെ ഞാൻ റിബ്യൂക്ക് ചെയ്യുന്നു. കാരണം യേശു ഈ മരണത്തെ മാറ്റി. നിങ്ങൾ നോക്കുമ്പോൾ യേശുവിനെ പിതാവിന് വലത്തുഭാഗത്ത് കാണുവാനായി കഴിയും. ഒരു വചനം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. എബ്രായ ലേഖനം എന്നെടുത്താട്ടെ, വചനം എടുത്താട്ടെ. എബ്രായ ലേഖനം, താങ്ക് യു ഹോളി സ്പിരിറ്റ്, 2-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ. അതിനു മുന്നേ ഞാനൊരു വാക്യം കൂടെ പറയട്ടെ, സമയത്തിനായി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു ഭാഗമുണ്ട്, സംഗീതങ്ങൾ 8-ാം അധ്യായം. അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ നീ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തു മാത്രം. നിങ്ങൾക്ക് അറിയുന്ന വാക്യമുള്ളത്, നീ അവനെ ദൈവത്തെക്കാൾ അല്പമാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. ദാവീദ് ദൈവത്തോട് പറയുകയാണ്, നീ മർത്യനെ എങ്ങനെയാ ഓർക്കേണ്ടത്? കാരണം നിന്റെ കൈകളുടെ പ്രവൃത്തിയായ സൂര്യനെയും ചന്ദ്രനെയും നോക്കുമ്പോൾ നമ്മളെ നീ ഓർക്കേണ്ടതിന് നമ്മൾ എന്തുമാത്രം. പക്ഷെ നീ നിന്നെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും എന്നെ അണിയിച്ചിരിക്കുന്നു. നിന്റെ പ്രവൃത്തികളുടെ എല്ലാം അധിപതിയാക്കിയിരിക്കുന്നു, സകലതിനെ എന്റെ കാൽ കീഴാക്കി. ഇതേ വാക്യത്തെയാണ് എബ്രായ ലേഖനത്തിൽ പൗലോസ് കോട്ട് ചെയ്തിരിക്കുന്നത്. പൗലോസ് അവിടെ പറയുകയാണ്, 2-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങളിൽ ഇതേ വാക്യത്തെ കോട്ട് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. എന്നിട്ട് പൗലോസ് തന്റെ ജീവിതം നോക്കി പറയുകയാണ് 8-ാമത്തെ വാക്യത്തിൽ, എന്നാൽ ഇപ്പോൾ സകലവും എന്റെ കാൽ കീഴായതായി കാണുന്നില്ല. ശ്രദ്ധിക്കണേ, ദൈവം നമ്മളെ സകലതിനെയും കാൽ കീഴിലാക്കുവാനായി, ഭരിക്കുവാനായി ഈ ഭൂമിയിൽ ആക്കിയിരിക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, നിങ്ങളൊന്ന് നോക്കി, നിങ്ങളുടെ ജീവിതത്തിൽ സകലം നിങ്ങളുടെ കാൽ കീഴിലാണോ? പലതും നിങ്ങളുടെ കാൽ കീഴല്ല എന്ന് തോന്നുന്നില്ലേ? പൗലോസിന് അതേ അനുഭവം ഉണ്ടായി. പൗലോസ് പറയാണ്, എന്നാൽ സകലതും ഇപ്പോൾ എൻ്റെ കാൽ കീഴായി കാണുന്നില്ല. പക്ഷെ അടുത്ത വാക്യം പറയാണ്, എങ്കിലും, ഉറക്കെ എന്നോട് പറഞ്ഞ എങ്കിലും അവിടെ ഇംഗ്ലീഷ് വേഴ്സ് എങ്ങനെയാണ്? ബട്ട് വി സീ ജീസസ്. എന്നാൽ നമ്മുടെ കാൽ കീഴിലായി ഒന്നും കാണുന്നില്ലെങ്കിലും ഞാനിപ്പോൾ ദൈവകൃപയാൽ യേശുവിനെ കാണുന്നു. അവനെ തേജസ്സും ബഹുമാനവും അണിഞ്ഞവനായി കാണുന്നു. മനുഷ്യനായ യേശു, ഈ ഭൂമിയിലായിരുന്ന മനുഷ്യനായിരുന്ന യേശു, അവൻ സകലത്തിനെയും കാൽ കീഴാക്കിയതായി ഞാൻ കാണുന്നു. അവൻ പിതാവിന്റെ വലതുഭാഗത്ത് നിന്നിരിക്കുന്നു. അവൻ സകലത്തിനെയും അവന്റെ കാൽ കീഴിലാക്കി
അവനെ മഹത്വവും തേജസ്സും അണിഞ്ഞവരായി നമ്മൾ കാണുന്നു. അതുകൊണ്ട് നമുക്ക് എന്തുണ്ട്? പ്രത്യാശയുണ്ട്. എന്തൊക്കെ യേശുവിന് സംഭവിച്ചോ അതൊക്കെ നമുക്കും സംഭവിച്ചിരിക്കുന്നു. ഇന്ന് അവനിലൂടെ സകലം നമ്മുടെ കാൽ കീഴിലായി. കാരണം അവൻ തലയും നമ്മൾ ശരീരവുമാണ്. സോ മരണം ഇന്ന് എവിടെയാണ്? നമ്മുടെ കാൽ കീഴിലാണ്. യേശു നമ്മുടെ തലയായിരിക്കുന്നതുകൊണ്ട് സകലതും നമ്മുടെ കാൽ കീഴിലായിരിക്കുന്നു. അപ്പോൾ മരണം ഇനി നമ്മുടെ മേൽ വാഴുകയല്ല, നമ്മൾ മരണത്തിന്റെ മേലെ വാഴണം. ഉയർപ്പിന്റെ സന്ദേശം എന്നാണ് ചോദിച്ചാൽ ഇത്രേ ഉള്ളൂ. യേശു ഉയർത്തിരിക്കെ നമ്മളെല്ലാവരും ഉയർത്തിരിക്കും. യേശു മരിച്ചപ്പോൾ നമ്മൾ സകലരും മരിച്ചു. ഒരുവൻ മരിക്കേ സകലരും മരിച്ചു എന്നാണ് 2 കൊരിന്ത്യരിൽ പറഞ്ഞിരിക്കുന്നത്. 2 കൊരിന്ത്യർ 5:14 പറയുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. എല്ലാവരും എന്ന അർത്ഥം എന്താ? ഓൾ, എല്ലാവരും. ഒരാളെയും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഏത് മതക്കാരനായിക്കോട്ടെ, ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, സകലർക്കും വേണ്ടി യേശു മരിച്ചു. സകലരും യേശുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റു എന്നത് ലൈഫിൽ എക്സ്പീരിയൻസ് ആയി മാറുന്നത് ഈ ഗുഡ് ന്യൂസ് അവിടെ ഹൃദയത്തിലെത്തുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് ദൈവത്തെ അറിയാത്ത ജാതികളോട് പ്രസംഗിക്കുന്ന പറഞ്ഞു, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. നിങ്ങൾക്ക് ആ വെളിച്ചമുണ്ടാകട്ടെ, സുവിശേഷത്തിന്റെ വെളിച്ചത്തിന് അകത്തേക്ക് ഉണ്ടാവട്ടെ. നിങ്ങൾക്ക് ആ സുവിശേഷം മൂലം ജീവനും അക്ഷയതയും വെളിപ്പെട്ടിരിക്കുന്നു. സുവിശേഷത്തിന്റെ ഏറ്റവും വലിയ മഹത്വം ജീവനും അക്ഷയതയുമാണ്. ജീവൻ, സമൃദ്ധിയായ ജീവൻ, അക്ഷയത, ഒരിക്കലും മരിക്കാത്ത ജീവൻ, ദൈവിക ജീവൻ. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലുമൊക്കെ സ്വർഗത്തിൽ പോകാൻ വേണ്ടി വ്യഗ്രതപ്പെട്ടിരിക്കുന്നതാണെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള അല്ല ഈ മെസ്സേജ്. നിങ്ങൾ ഈ ഭൂമിയിൽ ജയാളിയായി, സംഗീതക്കാരൻ പറയുന്ന പോലെ, ഇല്ല ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഹല്ലേലൂയ. സ്വർഗം നിങ്ങളോട് സംസാരിക്കുന്നത് ഈ ഭൂമിയിലെ വാഴ്ചയെക്കുറിച്ചാണ്. ഇസ്രായേൽ മക്കളുടെ ദൈവം മിസ്രൈമിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് സ്വർഗത്തിൽ കൊണ്ടുപോകാനല്ല, ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ട ദേശം കൊടുത്തവർ, കനാൻ ദേശം. ഹല്ലേലൂയ. അതായിരുന്നു അവിടെ പ്രോമിസ് ലാൻഡ്. വചനം പറയുന്നു, ഭൂമി അവൻ തൻ്റെ മക്കൾക്ക് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഈ ഭൂമിയെ കൈവശമാക്കി, നീതിമാന്മാർ ഭൂമിയെ കൈവശമാക്കി അതിലെന്നേക്കും വസിക്കുമെന്ന് വചനം പറഞ്ഞിരിക്കുന്നു. നമുക്ക് ഇനി മരണമല്ല, ജീവൻ, ജീവൻ, ജീവൻ. നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും മേഖലയിൽ മരണം എന്ന് വാഴുന്നുണ്ടെങ്കിൽ അതിനെ റബ്യൂക്ക് ചെയ്യുക. നിങ്ങളുടെ സമ്പത്തിന്റെ മേൽ, സാമ്പത്തിക മേഖലയുടെ മേൽ മരണം വാഴുന്നുണ്ടെങ്കിൽ റബ്യൂക്ക് ചെയ്യുക. സമ്പത്ത് നിങ്ങളുടെ അവകാശമാണ്. അവൻ ദരിദ്രനായി മാറി നിങ്ങൾ സമ്പന്നരാകുവാൻ. സമൃദ്ധി നിങ്ങളുടെ അവകാശമാണ്. പാലും തേനും ഒഴുകുന്നതാണ് നിന്റെ അവകാശം. ഹല്ലേലൂയ. യേശു ഈ ഭൂമിയിൽ വന്ന് മരിച്ചത്, ഈ ഭൂമിയിൽ വന്ന് അവൻ നമ്മുടെ പാപങ്ങൾ എടുത്തു മാറ്റിയത് നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനായിരുന്നില്ല, പകരം സ്വർഗത്തിന്റെ സകല നന്മകളും നമ്മിലേക്ക് കൊണ്ടുവരാനാണ്. നിങ്ങളാണ് ഇന്ന് ദൈവരാജ്യം. നിങ്ങളിലേക്ക് ആ അനുഗ്രഹം വരുന്നു. നിങ്ങളിലൂടെ അത് കവിഞ്ഞൊഴുകി അനേകം ജാതികൾക്ക് അനുഗ്രഹമായി മാറും. അനേകം നിന്റെ അടുക്കിലേക്ക് വന്ന് കുടിപ്പാൻ തക്കോളം നീ നിറഞ്ഞ് കവിയുന്നവനായി മാറും. സ്വർഗത്തിലെ അബണ്ടന്റ് ലൈഫ്, കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്കാണ് സ്വർഗം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. എന്ന് വെച്ച് ഈ യാത്രയിൽ നിങ്ങൾ ഔട്ടായി പോയാൽ സ്വർഗം നിങ്ങളെ തള്ളിക്കളയുന്നില്ല. വെൽ ഡൺ. ദേ ആർ നോട്ട് ഹാപ്പി. നിങ്ങളുടെ മരണത്തിൽ സന്തോഷിക്കുന്നില്ല, പക്ഷെ മരിച്ചു പോകുന്നതിനെയും ആ പൗലിനെ കൊണ്ടിരുത്തും. ഹല്ലേലൂയ. പക്ഷെ സ്റ്റിൽ ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴും ക്രീസിൽ ബാറ്റ് ചെയ്യുന്ന ആളിലേക്കാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സോ നിങ്ങൾ നോട്ട് ഔട്ടായി ബാറ്റ് ചെയ്യണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നു. അവസാന റൺ എടുക്കുന്നവരെയും ഈ ഭൂമിയിൽ, കർത്താവിന്റെ വരവ് വരെയും നിങ്ങൾ ഈ ഭൂമിയിൽ ബാറ്റിങ്ങിലായിരിക്കണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഔട്ടാവാൻ വേണ്ടി കുതിക്കുന്നവരായിരിക്കരുത്. ലാസ്റ്റ് റൺ എടുക്കുമ്പോഴും സാത്താന്റെ മരണത്തിന്റെ അവസാന വേര് പിഴുതെറിയുന്നവരെയും ഞാൻ ഈ ഭൂമിയിൽ ജീവനോടുണ്ടാകുമെന്നുള്ളത് എൻ്റെ ദൈവത്തിന്റെ വാക്കാണ്. അതിലേക്ക് മാത്രമായിരിക്കണം ഫോക്കസ്. മരിക്കാനല്ല, ജീവനോടെ ഇരിക്കാൻ. പൗലോസ് പറയുന്ന പോലെ ആ നിത്യമായ ശരീരത്തെ ധരിക്കുമ്പോൾ ഞാൻ ഈ മർത്യമായതിനെ ഉരിഞ്ഞ് കളവാനല്ല, ഇതിന്റെ മേലെ ധരിപ്പാൻ ഞാൻ വാഞ്ചിക്കുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇത് ദഹിച്ചു എന്ന് എനിക്കറിയത്തില്ല. ഇതാണ് ഗുഡ് ഫ്രൈഡേ, നല്ല വെള്ളിയാഴ്ച. ഇന്ന് ധൈര്യത്തോടെ മരണം നോക്കി വെല്ലുവിളിക്കാൻ പറ്റും. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പേടി എന്താണെന്ന് അറിയാമോ? എന്താ പേടി? മരണം. കൂടിപ്പോയാൽ ഞാൻ കൊല്ലു എന്ന് പറയും, അത്രയും ചെയ്യുള്ളൂ. ശരിയല്ലേ? പക്ഷെ നമ്മളും മരണമുള്ള അപ്പോയിന്റ്മെന്റ് ഓൾറെഡി ക്യാൻസലാണ്.
അത് എനിക്ക് മുമ്പേ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ കടന്നുപോയി ക്യാൻസൽ ചെയ്തു. എനിക്ക് പകരക്കാരൻ അവൻ പോയി ഒന്നൊടുക്കി തീർത്ത്. ഇനി എനിക്ക് മരണമല്ല, എൻ്റെ മരണം എൻ്റെ യേശു എടുത്തു. ഇനി മരണവുമായി നിനക്ക് അപ്പോയിന്റ്മെന്റ് ഇല്ല. നീ അതിനു വേണ്ടി കീഴ്പ്പെട്ട് കൊടുക്കരുത്. ഇനി മരണത്തെ ചലഞ്ച് ചെയ്യണം. നീ മരണത്തോട് വെല്ലുവിളിക്കണം. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ, നിന്റെ വിഷമുള്ള എവിടെ? ഇല്ല, നിനക്ക് ഇനി അവസ്ഥയില്ല. കാരണം എൻ്റെ യേശു എന്നെ തകർത്തു.